അസ്സലാമു അലൈക്കും. നമസ്കാരം. ദിൽഷാദാണേ. ഞാനങ്ങനെ ഇന്നാണ് വണ്ടി കിട്ടിയത്. അപ്പം നാളെ തൊട്ട് വണ്ടി എറണാകുളത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നതേ അതൊന്നുമല്ല. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി പല കോപ്പറേറ്റീവ് വൻകിട ഹോസ്പിറ്റലിൻ്റെ മുമ്പിലും മിംസ് ബേബി പോലത്തെ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലും നമ്മുടെ മാലാഖമാർ സമരത്തിലാണ്. ആ സമരം കാണുമ്പോൾ വളരെയേറെ വിഷമം തോന്നും, സങ്കടവും അതുപോലെ തന്നെ ലജ്ജയും തോന്നുന്ന ഒരു കാര്യമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്. ലോകരാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും അതേപോലെ ദൈവത്തെ പോലെ കാണുകയും ചെയ്യുന്ന മാലാഖമാർ ഇന്ന് നമ്മുടെ നാട്ടിൽ സമരത്തിലാണ്. അവർക്ക് 20 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ മുടക്കി ലോണെടുത്ത് വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്ത് പഠിച്ച് ഒരു ജോലിക്ക് സ്വന്തം നാട്ടിൽ ശ്രമിക്കുമ്പോൾ വെറും 20,000 രൂപ 15,000 രൂപക്ക് നക്കാപ്പിച്ച പൈസക്ക് ജോലി ചെയ്യേണ്ടി വരികയാണ്. ഷിഫ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാലും 10-12 മണിക്കൂറൊക്കെ ഡ്യൂട്ടി എടുക്കേണ്ടതൊക്കെ ഓരോ നഴ്സുമാരെ ഞാൻ കാണുന്നതാണ്. ഞാൻ കുറച്ച് കാലം ആംബുലൻസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് നഴ്സുമാരെ വിഷമങ്ങൾ നന്നായിട്ട് അറിയാം. നമ്മളെ നാട്ടിൽ വലിയ പേമാരി അതുപോലെ തന്നെ കോവിഡ് മഹാമാരികളൊക്കെ വരുമ്പോൾ മാത്രം മാലാഖമാരായും ദൈവമായിട്ടൊക്കെ മാറും, അല്ലാത്തപ്പം സാത്താമാരും. തീർച്ചയായും അവരെ സമരം വിജയിക്കട്ടെ. അവർക്ക് ലോകത്ത് ഏത് ജോലിയേക്കാളും നല്ല ശമ്പളം കിട്ടേണ്ട ഒരു ജോലിയാണ് നഴ്സുമാർ, നമ്മളെ മാലാഖമാർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ലോകത്ത് എല്ലാ രാജ്യത്തും നഴ്സുമാർക്ക് കൊടുക്കുന്ന പരിഗണനയും അതുപോലെ ശമ്പളവും നമ്മളെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ കോടികൾ അറുത്ത് മുറിച്ച് വാങ്ങുന്ന ഹോസ്പിറ്റലുകൾ പോലും 20,000 രൂപ 15,000 രൂപ ശമ്പളത്തിനാണ് BSc ഒക്കെ പഠിച്ച നമ്മുടെ നഴ്സുമാർ, നമ്മളെ മാലാഖമാർ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ടും ഈ സമരം വിജയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി.